ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നലെ വൈകുന്നേരം 6:55 റെഡ് ഫോർട്ടിലെ മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും കുറച്ചു മാറി ഒരു വൈറ്റ് ഹ്യുണ്ടായി വന്ന് നിൽക്കുന്നു. സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. ഈ വൈറ്റ് ഹ്യുണ്ടായിൽ 3 പേരുണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ ആദ്യം പറഞ്ഞത്. പിന്നീട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. ഈ വൈറ്റ് ഹ്യുണ്ടായി പൊടി തന്നെ പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള സ്ഫോടനം. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആ സ്ഫോടനത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊട്ടിത്തെറി കഴിഞ്ഞതിന് ശേഷം രാജ്യത്ത് ഒരു ഹൈ ടെൻഷൻ മോഡ് ഉയരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രഹസ്യ യോഗങ്ങൾ നടത്തുന്നു. അതിനുശേഷം NST അവിടെ പാഞ്ഞെത്തുന്നു. 7 ഫയർ ഫോഴ്സുകളാണ് അവിടെ പാഞ്ഞെത്തുന്നത്. രാജ്യ തലസ്ഥാനത്തുകൂടെ ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു പോകുന്നു. HR-26E 7674 എന്ന് പറയുന്ന ഈ വണ്ടിയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. പോരാത്തതിന് 13 പേരാണ് ഈ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടത്. വൈകാതെ അതൊരു ഭീകരാക്രമണമാണോ എന്നുള്ള ചർച്ചകൾ എല്ലായിടത്തും ഉയരുന്നു. സ്വാഭാവികമായിട്ടും ഇതൊരു ഭീകരാക്രമണമാണെന്ന് സകല മാധ്യമങ്ങളും പറയുന്നു. വലിയ രീതിയിലുള്ള അന്വേഷണം അമിത്ഷാ പ്രഖ്യാപിക്കുന്നു. എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്ന് പറയുന്നു. രാജ്യത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. അതിനിടയിൽ പാകിസ്ഥാനിൽ അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാനിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ അടുത്ത നിമിഷം തന്നെ ബംഗ്ലാദേശിൽ വിവിധ സ്ഥലങ്ങളിൽ ഒരു ചെയിൻ ഓഫ് ബ്ലാസ്റ്റ് നടക്കുകയാണ്. ഒരു ചെയിൻ ഓഫ് ബ്ലാസ്റ്റ്, വിവിധ സ്ഥലങ്ങളിലാണ് ഈ ചെയിൻ ഓഫ് ബ്ലാസ്റ്റ് നടക്കുന്നത്. ഇത് കണ്ടിട്ടാണ് പാകിസ്ഥാനിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് പറയാം. അപ്പോൾ ഇത്രയും സംഭവ വികാസങ്ങൾ നടന്ന് ഇന്നും ഇതിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. രാജ്യത്തെ പ്രതിപക്ഷം ഇത് വലിയൊരു വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്നു. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് ആദ്യമായിട്ടൊരു സ്ഫോടനം നടക്കുകയാണ്. ആദ്യത്തെ സംഭവമാണ്, ആദ്യത്തെ സ്ഫോടനം, ഡൽഹിയിലെ ആദ്യത്തെ സ്ഫോടനം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്ന ശേഷം. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു നഗരത്തിൽ ഇതുപോലൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം എപ്പോഴും തന്റെ ക്രമസമാധാന പരിപാലനത്തിന്റെ ഒരു നാഴികക്കല്ല് എന്നോണം ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. അത് ഇന്നലെ തകർന്നിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ആരാണ്? നമ്മൾ ഊഹാപോഹങ്ങളൊന്നും തന്നെ പ്രചരിപ്പിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരാണ്? നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. സാങ്കേതികമായി നമ്മളും പാകിസ്ഥാനും ഒരു യുദ്ധത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. നിരന്തരം നമ്മൾ ഇത് സൂചിപ്പിക്കുന്നു, നമ്മുടെ ചാനൽ ഇത് സൂചിപ്പിക്കുന്നു, സകല മാധ്യമങ്ങളും ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ സകല ആൾക്കാരും, ഡിഫൻസ് മിനിസ്റ്റർ ആയിക്കൊള്ളട്ടെ, നമ്മുടെ കരസേനാ മേധാവി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, അവരെല്ലാം പറയുന്നു, ഇനി പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ പിന്നീട് പാകിസ്ഥാന് നമ്മൾ ഇപ്പോൾ തന്നിരിക്കുന്ന ആ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ദയ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? നമുക്ക് സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അനവധി സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകളും മറ്റുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കത് നൽകാൻ കഴിയില്ല. കാരണം ഇന്ന് രാവിലെ തന്നെ അതിനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് സർക്കാരിൻ്റെ ബൈറ്റുകളും സർക്കാർ പറയുന്നത് മാത്രം കൊടുക്കുക, കിംവദന്തികളും അഭ്യൂഹങ്ങളും. കാരണം ഈ വരുന്ന സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളും മറ്റും നൽകുന്ന സോഴ്സുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് തരുന്നതിന് ആധികാരിക, പലപ്പോഴും നമുക്കറിയാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നടക്കുമ്പോൾ അനവധി വാർത്തകൾ വരും. അതിൽ ആധികാരികത ഒന്നും പരിശോധിക്കാൻ ഒരു പക്ഷേ സമയം കിട്ടില്ല, കാരണം പെട്ടെന്ന് കൊടുക്കേണ്ടതായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് സ്പ്രെഡ് ചെയ്യരുത്, ഊഹാപോഹം എന്ന് പറയുന്നു. ഏതായാലും അത് ഒരു സ്ഥിരീകരിക്കാത്ത ലിങ്കുകളും സോഴ്സുകളും ആയതുകൊണ്ടാണ് നമ്മൾ പോകുന്നില്ല. ഏതായാലും ദൗർഭാഗ്യകര സംഭവമാണ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ 24 പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് എന്നും കൂടെ ഒരു വാർത്ത വരുമ്പോൾ ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കുകയാണ്. ഇന്നും നാളെയും അദ്ദേഹം ഭൂട്ടാനിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിലൊരു യോഗമാണ്. അല്പസമയം മുമ്പ് അത് അവസാനിച്ചിരുന്നു ആ യോഗം. അവിടുന്ന് പോലീസുകാർ നൽകുന്ന ഒരു സ്ഥിരീകരണം ഇത് ചാവേർ ആക്രമണമാണ് എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാവേർ ആക്രമണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ അത് ഭീകരാക്രമണത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ചില ദേശീയ മാധ്യമങ്ങളാട്ടെ ഇതിന്റെ പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന് പറയുന്നുണ്ട്. അതിനവർ പറയുന്ന കാര്യങ്ങൾ, ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു രീതി, ആക്രമണ രീതിയുണ്ട്, ഒരു സ്ഫോടനം നടത്തുന്ന രീതി,
ആ ഒരു മെത്തേഡിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെട്ടെന്ന് നമ്മുടെ രാജ്യം ഒരു സൈലൻസിലേക്ക് പോയി. ഇവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്ത് 8 തവണയാണ് ഭീകരാക്രമണത്തിന്റെ അറ്റംപ്റ്റ് നടന്നത്, രാജസ്ഥാനിൽ അടക്കം. അപ്പം നമ്മുടെ രാജ്യത്തെ സൈന്യവും ഏജൻസികളും എത്ര ജാഗ്രതയോടാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കണം. ഈ ഒരു വാഹനം ഇന്നലെ ഈ പറഞ്ഞ I-20 എന്ന് പറയുന്ന ആ വാഹനം ഒരുപക്ഷെ ചാന്ദിനി ചൗക്ക് ലക്ഷ്യമാക്കി വന്ന വാഹനമാണ്. അങ്ങോട്ടേക്ക് പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അത് തന്നെയല്ല, ഇന്നലെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ പിന്നെ ഈ ഭീകർ ആക്രമിക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളുടെ പേരുകൾ വിട്ടിരുന്നു. അതായത് സ്ഫോടനമൊക്കെ നടക്കുന്നതിന് വളരെ മുൻപ് തന്നെ. അതിലൊന്ന് യു.പിയിലെ RSS കാര്യാലയം, മറ്റൊന്ന് ഈ അഹമ്മദാബാദിലെ ഒരു മാർക്കറ്റ്, ഡൽഹിയിലെ ഒരു മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പം ഇങ്ങനെ അതിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം, കാരണം ഇത് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ തന്നെ ഇത് അനവധി വട്ടം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു മാസം ഇല്ല, ഒരു 1.5 മാസം മുമ്പ് ധനുഷ് തന്നെയാണത് പറഞ്ഞത്. ധനുഷിന് ഓർമ്മയുണ്ടാകും, 124 ഇടങ്ങളിലാണ് ജമ്മു കാശ്മീരിൽ നമ്മൾ ഈ സ്ഫോടന ശ്രമം തകർത്തത്. ഒരുപക്ഷെ നമ്മളത് പറയുമ്പോൾ അതിന്റെ ഒരു ഗ്രാവിറ്റി എത്രയെന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകരിൽ പലർക്കും അറിയില്ല. 124 സ്ഥലങ്ങളിലെ സ്ഫോടക പദ്ധതി തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുശക്തമായ ഒരു സേനയും ഏജൻസിയും ഒരു സർക്കാരിന്റെയും ഒക്കെ ഒരു കഴിവിനെ തന്നെയാണ്. കാരണം ആ 124 സ്ഥലങ്ങളിൽ നമ്മളത് വളരെ കാര്യമായിട്ടാണ് നമ്മളത് പറഞ്ഞത്. കാരണം ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. 124 സ്ഥലങ്ങളിൽ ഇത് സ്ഫോടന ശ്രമം തകർത്തു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അത് സൈന്യത്തിന് കൈയടിക്കേണ്ട ഒരു ഘട്ടമാണ്. കാരണം അവർക്ക് 124 സ്ഫോടനങ്ങളും തകർത്താൽ മാത്രമേ അവർ വിജയിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഇതുപോലെ ഒരു സ്ഫോടനം 124-ൽ 123 പരാജയപ്പെട്ടു. 124-ാമത്തെ അവർക്ക് ഒരിടത്ത് നടത്താൻ കഴിഞ്ഞാൽ അവർക്ക് 100% സക്സസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പം അത് തന്നെ വലിയ കാര്യമാണ്. അത് അത്രയും പൊട്ടിയിരുന്നെങ്കിൽ എന്ന അവസ്ഥ. ഇത് വേണ്ട, കഴിഞ്ഞ ഒരു മാസത്തിനകം 8 രാജസ്ഥാനിലും വിവിധ സംസ്ഥാനങ്ങളടക്കം നടന്ന അറ്റംപ്റ്റുകൾ പരാജയപ്പെടുത്തി. ആ 8 സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനം ഉണ്ടായിരുന്നെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക് ഇന്ത്യ പോയാലേ ഒരു ചെയിൻ ബോംബ് ബ്ലാസ്റ്റിംഗ് കൺട്രി ആയിട്ട് ഇന്ത്യ മാറുമായിരുന്നു. അപ്പം അതിനൊക്കെ നമ്മൾ അതിജീവിച്ചു. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് ഇത്രയും ഒക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ആണ് ഇന്നലെ അത് സംഭവിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഇത് സംഭവിച്ചത്. അതിന് നമുക്ക് ചെറുതായി ഒരിക്കലും കാണാൻ കഴിയുകയുമില്ല. കാരണം ഹൈ സെക്യൂരിറ്റി നിൽക്കുന്ന ഒരു ഇടമാണ് അവിടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ 3:15 കൂടി പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത ധാക്കയിൽ നിന്നാണ്, ബംഗ്ലാദേശിൽ നിന്ന്. അവിടെ 11 ഇടങ്ങളിലായിട്ട് ബോംബ് സ്ഫോടനങ്ങളാണ് നടന്നത്, വലിയ രീതിയിലുള്ള ബോംബ് സ്ഫോടനം. ആദ്യം ഈ ബോംബ് സ്ഫോടനം 3:15 നടക്കുന്നത് ബീർപൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ അജ്ഞാതരായിട്ടുള്ള 2 പേർ ഒരു മോട്ടോർ ബൈക്കിൽ എത്തുകയും അവർ ബോംബ് എറിയുകയുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പോലീസ് പറയുന്നത് ക്രൂഡ് ബോംബുകളാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നത്. പക്ഷെ ജനങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, ഭയങ്കരമായ സൗണ്ടോട് കൂടിയാണ് ഇത് പൊട്ടിത്തെറിച്ചതെന്ന്. ഇതിനിടയിൽ ശ്രീ മുഹമ്മദ് യൂനിസിന്റെ ഒരു ഗ്രാമീണ ബാങ്ക് ഉണ്ട്, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള. ആ ബാങ്കിന്റെ 2 ഓഫീസുകൾക്ക് നേരെയും ഈ ബോംബ് ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ മുഹമ്മദ്പൂർ പ്രദേശത്ത്, അവിടെയാണ് ഈ മുഹമ്മദ് യൂനിസിന്റെ ബാങ്ക് ഉള്ളത്, അവിടെയാണ് 4 ബോംബുകളാണ് അവിടെ സ്ഫോടനം നടന്നത്. അതുപോലെ തന്നെ ധാക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ്. ധാക്കയിലെ ധൻമണ്ഡി പ്രദേശത്ത് ബോംബാക്രമണം നടന്നു. അവിടെ ഒരു ആശുപത്രിക്ക് മുൻപിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിന്റെ ആളപായത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. കാരണം ബോംബാക്രമണം വെറുതെ ആരും ബോംബ് ആക്രമിച്ചിട്ട് പോകില്ല എന്നാണ്. ഇപ്പൊ നമ്മളിവിടെ ബോംബ് സ്ഫോടനം നടന്ന ശേഷം ധാക്കയിൽ ചെയിൻ ഓഫ് ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അജ്ഞാതരാണ് അത് ചെയ്തിരിക്കുന്നത്, അവർക്കും അത് പറയാൻ കഴിയില്ല. ഇപ്പൊ അജ്ഞാതരൊക്കെ ഇപ്പൊ എന്തായാലും വളരെ സജീവമായിട്ട് തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ ബിജുട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? കാരണം ഇവരിവിടെ വന്ന് ബോംബ് പൊട്ടിക്കുന്നു, നമ്മൾ അവിടെ നമുക്ക് അജ്ഞാതരുണ്ടെങ്കിലോ നമ്മൾ വേറെ ആരെങ്കിലും നമുക്ക് അവിടെ സെറ്റപ്പ് ഉണ്ടെങ്കിലോ നമ്മൾ അവിടെ പോയി തിരിച്ചൊരു മറുപടി കൊടുക്കുന്നു. നമുക്ക് ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരിക്കുന്നതിന്റെ മൂക്കിന്റെ തുമ്പത്താണ്. വേണമെങ്കിൽ നരേന്ദ്രമോദിയുടെ താടിക്ക് തീ കൊടുക്കാൻ പറ്റും ഇവർക്ക് വേണമെങ്കിൽ. അങ്ങനെ ഒരു സംസാരം ഇന്നലെ പല ഭാഗത്തുനിന്നും ഉണ്ടായി. കാരണം ഇതൊരു മോദി ഭരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. കാരണം കോൺഗ്രസിന് ഒരു കഴിവില്ല, കോൺഗ്രസിന് ഇതൊന്നും ഒരു കഴിവുമില്ല. കോൺഗ്രസിന് ഇപ്പോൾ വന്ന് അപലപിക്കാൻ പോലും അവർക്ക് കഴിയില്ല. അത് മാത്രമേ കോൺഗ്രസിനെ കൊണ്ട് നടന്നു. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം നോക്കുന്നേ ഇല്ല. പക്ഷെ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പത്തി ഒരു സ്ഫോടനം നടക്കുക, ചാവേർ ബോംബ് ബ്ലാസ്റ്റ് ആണെന്ന് പറയുക, രാജ്യത്തിനകത്തേക്ക് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരിക. പക്ഷെ അത് നമ്മൾ കൃത്യസമയത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കൊണ്ട് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ഇതിന്? കാരണം നമ്മളിപ്പോ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക് വളരെ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്, ഒരു ഗ്രോയിങ് ഫേസ് ആണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ തച്ച് തകർക്കാനായിട്ട്
വലിയ രീതിയിലുള്ള ശക്തികൾ ശ്രമിക്കും, അത് ഫലിക്കുകയും ചെയ്യും. ചിലപ്പോൾ പറയാതിരിക്കാൻ വയ്യ, കാരണം അത് ഫലിക്കുകയും ചെയ്യും. ഇതുപോലുള്ള സാധനങ്ങൾ അവർ കൊണ്ടുവന്ന് അത് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ വേഗത്തിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെന്താണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ? ഭീകരവാദത്തിന് പെർമനന്റ് സൊല്യൂഷൻ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട് എത്രയോ കാലമായിട്ട് ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് അത് കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ അനുവർത്തിക്കാൻ പറ്റുന്ന ചില മോഡലുകൾ നമുക്ക് ഈ ലോകത്തുണ്ട്. പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യം. എല്ലാവരും പറഞ്ഞു ചൈനയെ കണ്ടുപിടിക്കൂ, അവർക്ക് അവിടെ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ചൈനയിലും ഭീകരാക്രമണമുണ്ട്. അവർക്ക് ഏറ്റവും ഒടുവിൽ നടന്ന ഭീകരാക്രമണം 2023 ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്ന 2021. അത് ഈ കത്തിക്കുത്തും ഒക്കെ ഉണ്ട്. ഭീകരമായ പുതിയ രീതിയാണല്ലോ അത്, കത്തിക്കുത്ത്. അവിടെ എങ്ങനെയാണ് ഈ ചൈനക്കാര് ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്നത് വെച്ചാൽ, ഉയ്ഗൂർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ മുഴുവൻ തടങ്കൽ പാളയത്തിലിട്ടും വന്ധ്യം കരിച്ചും അവിടെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ അത് നടക്കുവോ? നമുക്ക് സംശയമുള്ളവരെ ആ രീതി ചെയ്യാൻ കഴിയുമോ? ഇപ്പൊ ഈ യോഗിയെ പോലുള്ളവർ വന്നതിന് ശേഷമാണ് ക്രിമിനൽസിന്റെ ഒക്കെ വീടുകളും മറ്റുമൊക്കെ ബുൾഡോസർ ഇടിച്ച് നിരത്തുന്നത് തന്നെ. ഈ അടുത്ത കാലത്താണ് അത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ചൈനയിൽ അങ്ങനെ സംശയിക്കുന്നവരെ മുഴുവൻ ഇത്തരം 10 ലക്ഷം പേരാണ് ഒരു മതവിഭാഗത്തിൽപ്പെടുന്നവർ അവിടെ തടങ്കൽ പാളയത്തിൽ കിടക്കുന്നത്. ലോകത്ത് ആർക്കും അതിനെക്കുറിച്ച് പറയണ്ട, അവരുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് പോലും അവിടെ നടക്കുന്നുണ്ട്. 7ഓളം ആക്രമണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പല വട്ടങ്ങളിലായിട്ട്. അതിൽ 9 പേര് മരിക്കുന്നു. പിന്നെ ചൈന കണക്ക് ഒരു രാജ്യത്ത് നിന്ന് അവരുടെ വാർത്തകൾ നമ്മുടെ രാജ്യത്തെ കണക്ക് ഒരു കിലോമീറ്ററിനടുത്ത് 10 മാധ്യമങ്ങളില്ല, അങ്ങനെ മാധ്യമപ്രവർത്തനം അവിടെ ഇല്ല. അവർ നൽകുന്ന വാർത്തകൾ മാത്രം. അതിനെ അവർ കാർ ആക്സിഡന്റ് എന്നും ഒപ്പം തന്നെ കത്തിക്കുത്ത് എന്നും മറ്റുമൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഏറ്റവും അവസാനം 2023 നടന്നത് ഒരു ആളുകൾ കൂടി നിൽക്കുന്നിടത്തേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. നമ്മളിത് കാണാറുള്ളൂ യൂറോപ്യൻ കൺട്രീസിലൊക്കെ, ജർമ്മനിയിലും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം കാണാറുണ്ട്. അപ്പം ആ ഒരു സമാനം, കാരണം ഭീകരവാദത്തെ നമുക്ക് ഒരിക്കലും വേരോടെ ഇല്ലാതാക്കുക. കാരണം ഭീകരവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? മതമാണ്. ആ മതത്തിന്റെ ഒരു എന്താണ് പറയുന്നത്, ഇതിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടും, മോക്ഷം കിട്ടും എന്ന് കരുതുന്നതാണ്. ഇപ്പൊ ഹിന്ദുമതത്തിൽ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് തപസ് ചെയ്യോ ഇല്ലെങ്കിൽ സന്യാസത്തിന്, അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു ഇത്. ഓരോ മതത്തിനും അങ്ങനെയുണ്ട്. പക്ഷെ ഇതില് ഇവരെ ഭീകരന്മാരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരാളെ കൊല്ലൂ, കാഫറുകളെ കൊല്ലൂ, കാഫറിനെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലില്ലാത്ത എന്ത് സ്വർഗമാണ് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും അത് തലക്ക് പിടിച്ച് കൊണ്ടുള്ള ഒരു വലിയ വിഭാഗം. അപ്പം ആ ഒരു വിഭാഗമാണ് എന്തിനും തയ്യാറായിട്ട് ഈ ലോകമെമ്പാടുമുള്ളത്. അത് നമ്മൾ കണ്ടതാണ്. സുഡാനിൽ കണ്ടു, നൈജീരിയ കണ്ടു. പക്ഷെ ഇന്ത്യ പോലെ 140 കോടി ജനമുള്ള ഒരു വലിയ രാജ്യത്ത് ഇതിനേക്കാൾ മോശം കണ്ടീഷനിലേക്ക് പോകേണ്ടതായിരുന്നു. കാരണം ഇവിടെ നമുക്ക് തന്നെ അറിയാം, ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ചാനൽ പേജുകളിലും പോയി നോക്കൂ, എത്ര പേരാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്നത്. ധനുഷ് കണ്ടോ? സുഡാപ്പികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. അവര് ഹിന്ദു പേരിലും ക്രിസ്ത്യൻ പേരിലും വന്നിട്ട് അഴിഞ്ഞാടുക എന്നുള്ള ന്യായീകരിക്കുകയാണ്. ഇവരുടെ പ്രധാന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആക്രമിക്കും, എന്നിട്ട് അതിൽ സന്തോഷിക്കും, തിരിച്ചടി കിട്ടുമ്പോൾ എരവാദം മുഴക്കും. അത് എല്ലായിടവും ഉള്ള കാര്യമാണ്. ആദ്യം ഇവർ അങ്ങോട്ട് പോയി ഇവരെ ന്യായീകരിക്കേണ്ട ബാധ്യതയുള്ള ഒരു പ്രമുഖ ചാനൽ ആദ്യം പറഞ്ഞ എന്താ അറിയോ? ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് സ്ഫോടനം ഉണ്ടായെന്ന്. അതെ, അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഇവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് വരണമെന്നുണ്ടെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരനെ കാറിനകത്ത് സ്ഫോടക വസ്തുക്കളും കൊടുത്തുവിടേണ്ട ആവശ്യം BJP ക്കുണ്ടോ? എന്നാ പിന്നെ അവർക്ക് ആർക്കെങ്കിലും പോയിട്ട് അത് ചെയ്താൽ പോരെ? ഈ ബോംബ് സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് എഫക്റ്റ് ആണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്? ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറയുന്നത് അവിടുത്തെ വികസനവും മറ്റുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണത്. അവിടെ എന്താണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു ന്യായീകരണമാണ്. പഹൽഗാമിൽ എന്താണ് നമ്മൾ അന്ന്, ധനുഷ് ഉണ്ടല്ലോ പഹൽഗാമിൽ, നമ്മൾ ഈ സിന്ദൂറിന്റെ സമയത്ത് അന്ന് നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പഹൽഗാമിലുള്ളവരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അവർ പാലും തേനും ഒഴുക്കുന്നു, സ്നേഹമയമായ ആളുകൾ താങ്ങിയെടുക്കുന്നു, കണ്ടില്ലേ കാശ്മീർ ജനത എന്ന്. പെട്ടെന്ന് തന്നെ കാശ്മീരിൽ ഒരു പ്രകടനം രൂപപ്പെട്ടത് കണ്ടിരുന്നു ധനുഷ്. അന്ന് തന്നെ അവിടുത്തെ വ്യാപാരികൾ, ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന വ്യാപാരികൾ രംഗത്തിറങ്ങി, ഈ ഭീകരതയ്ക്കെതിരെ രംഗത്തിറങ്ങി. ഒരു നാടകമായിരുന്നു അവിടെ. ഇപ്പോഴെന്തായി? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇപ്പോൾ വലിയ റെയ്ഡ് നടക്കുന്നത് പഹൽഗാമിൽ തന്നെയാണ്. 2040 പേരെയാണ് പഹൽഗാമിൽ പിടികൂട്ടിയത് അവിടുത്തെ പ്രാദേശികമായിട്ട്. ഈ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഒരു പഹൽഗാംകാരനാണ്. ഈ കാറ് ഒരു പഹൽഗാമിലുള്ള ഒരു വ്യക്തിയാണ് വാങ്ങിച്ചതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത. അപ്പം ഇവന്മാരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലും പഞ്ചാരയും മാനവികതയും മനുഷ്യത്വമൊന്നും ഇല്ല. ഇത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ പ്രാദേശികമായ സഹായങ്ങൾ കിട്ടാതെ ഇവർക്ക് വരാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് കണക്ക് തന്നെ സംഭവിച്ചു. അതായത് പ്രാദേശികമായി തന്നെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? നിസ്സാരമായിട്ട് അത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ്
തെരഞ്ഞെടുപ്പ് ഇതുകൊണ്ടാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതിനു മുമ്പ് ഈ BJP ജയിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ എത്ര ഭീകരാക്രമണമാണ് നടത്തുന്നത്? വേലു അല്ല ട്രേഡ് ബിജേട്ടാ, സെന്റർ. ഇത് വേറൊരു സംഭവമുണ്ട്. ഈ പഹൽഗാം മാത്രമല്ലല്ലോ. ഈ ഇന്നലെ കുറെ കമന്റ് കണ്ടത് നമ്മുടെ പുൽവാമ 40 പട്ടാൾക്കാർ മരിച്ചു, അതിനുശേഷം പഹൽഗാമിൽ ഇത് സംഭവം വന്നു എന്നൊക്കെ പറഞ്ഞാണ് കാണുന്നത്. ഈ പുൽവാമ വിഷയം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള പാകിസ്ഥാന്റെ മേജർ പറയുന്ന ഒരു ബൈറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തത്, ബിജേട്ടന് ഓർമ്മ കാണും. അയാൾ പറയുന്നത് പുൽവാമ നമ്മുടെ ഒരു മേജർ സ്ട്രൈക്ക് ആയിരുന്നു. ആ പാകിസ്ഥാനിൽ ഒരുത്തം പറയുന്നതായിരുന്നു. അതിപ്പോഴും നരേന്ദ്രമോദിയുടെ തലയിൽ കിടക്കുക. നരേന്ദ്രമോദിയുടെ തലയിലാണ് അവന്മാർ വെച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഇന്നലെയും ചർച്ചയാക്കി. പിന്നെ അതിന് ഈ രാജ്യത്ത് കിടന്നിട്ട് ഭീകരന്മാരാക്കൾ വലിയ ഭീകരന്മാരാണ് ഇവര്. അതായത് ഇവർക്ക് രാജ്യത്തോടല്ല കൂറ്, ഇവർക്ക് കൂറ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഐഡിയോളജിയിലാണ് ഇവരുടെ കൂറ്. അതാണ് ഇവരുടെ പ്രശ്നം ലോകത്തെല്ലായിടത്തും. അതെന്ന് മാറ്റുന്നു അന്ന് മാത്രമേ മുൻപോട്ട് പോകും. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവതും പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, രാജ്യമെന്ന് വികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം, അതല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. ഇപ്പൊ ഈ രാജ്യത്ത് കിടന്നുകൊണ്ട് ഞാൻ സിറിയയും അഫ്ഗാനും പിന്നെ അതാണ് എന്റെ ദൈവിക രാജ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോകണം. അതല്ല ഇവിടെ കിടന്നുകൊണ്ട് ഇത് ചെയ്യുമ്പോഴാണ് സ്വാഭാവികം. ഇതിന് പിന്നെ ഇതിലൊരു ഇമ്പാക്ട് ഉണ്ടാകുന്നത് എന്താണ്? ഒരു വിഭാഗം അറിഞ്ഞോ അറിയാതോ അതിൽ തെറ്റ് ചെയ്യാത്തത് തന്നെ ആ വിഭാഗത്തിലെ വലിയൊരു വിഭാഗം എന്താണ് പറയുന്നത്, ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കാഴ്ച കൂടെ നമ്മൾ ഇത് കാണുന്നുണ്ട്. കാരണം ഇത് എവിടെ ഭീകരവാദം നടന്നാലും ഇതാണ്. കാരണം ഇവിടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരനെ വിളിച്ചിട്ട് വന്നിട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? ഗസയിൽ ആക്രമിച്ചു, അതിനുശേഷം അവർ പറഞ്ഞത് എന്താണ്? തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോ അയ്യോ കുഞ്ഞുങ്ങള് ഗർഭിണികള് എല്ലാരെയും ഉണ്ട്. അങ്ങോട്ട് ആക്രമിച്ചപ്പോ അതൊന്നുമില്ല. അതായത് ഇരവാദം മുഴക്കി. ഇന്നിപ്പോ ഇന്ത്യയിൽ ഇവരുടെ ഇരവാദം കേൾക്കാൻ ആരുമില്ല. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഇപ്പൊ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചില രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വോട്ടാണല്ലോ വലുത്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ആ സപ്പോർട്ട് കിട്ടില്ലായിരുന്നു വലിയ രീതിയിൽ തന്നെ. അത് എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ചാനൽസ് ഒരുപാട് വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചില പ്രമുഖമായ മാധ്യമങ്ങൾ പോലും ഇതിന് അനുകൂലമായിട്ട് എഴുതിയേനെ. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മളെ രാജ്യത്ത് ഇപ്പൊ ഭീകരാക്രമണം നടന്നപ്പോഴും പഹൽഗാം ആക്രമണം നടന്നപ്പോഴും എല്ലാം ഈ ആദ്യം അമിത്ഷായോ കേന്ദ്ര സർക്കാരോ അല്ല വ്യാജ വാർത്തകൾ പരത്തരുത് എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് ഇവിടെയുള്ള സുഡാപ്പി ചാനലും പിന്നെ ഇവിടെയുള്ള ചില ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പല സാംസ്കാരിക നായകന്മാരുമാണ് ആദ്യം പറയുന്നത് രാജ്യത്ത് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ട്, ദയവ് ചെയ്ത് ആരും വ്യാജ വാർത്തകൾ പരത്തരുത്, എല്ലാവരും സത്യാവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന്. അതിന്റെ അർത്ഥം എന്താ? യവന്മാർക്ക് തന്നെ അറിയാം. യവന്മാരും പ്രിക്കോഷൻസ് എടുത്ത് അങ്ങ് പറയുക കേട്ടോ. ഒന്ന് പറയുക, ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ സുഡാപ്പി ചാനലിന്റെ എഡിറ്റർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു സ്ത്രീ ഒരു ഭർത്താവിന്റെ അടുത്തിരിക്കുന്ന ഒരു ചിത്രം ബിജുചേട്ടൻ കണ്ടു കാണുമല്ലോ. ഒരു ചിത്രം, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ആ ചിത്രത്തിന്റെ ഒരു AI ഇമേജ് വന്നു. ഇതിൽ അവർ വളരെ ബോൾഡായിട്ടിരിക്കുന്നു. ആ AI ഇമേജിൽ അവർ കരയുന്നു, അത്രമാത്രമേ ഉള്ളൂ, ചിത്രത്തിൽ കരയുന്നു. ആ ചിത്രം പുറത്തു വന്ന ഉടനെ തന്നെ ഈ സുഡാപ്പി ചാനലിന്റെ ചീഫ് എഡിറ്റർ അതെടുത്ത് അയാളുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറയുകയാണ്, ഇത് AI ആണ്, ഇത് കണ്ടാലും വികാരം പുറപ്പെടുവിക്കരുത്, വികാരാധീനരാകരുത്, ഇത് കണ്ടാലും ഇത് വെറും AI ആണെന്ന് പറയുകയാണ്. ഇതേ ഇവൻ തന്നെയാണ് ഗസയിൽ നടക്കുന്ന കണ്ടാ കൃത്യമാണെന്ന് AI ആണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും തിരിച്ചറിയാൻ പറ്റുന്ന ചിത്രങ്ങൾ എടുത്തിട്ട് മറ്റേ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വിലപിക്കുന്നു. അതെ, ഇതെന്തിനാന്ന് വെച്ചാൽ ധനുഷ് പറഞ്ഞ വളരെ കറക്റ്റാ. ഇത് വന്നു കഴിഞ്ഞ ഉടനെ അടുത്ത ഇവർ തന്നെയാണ്, ഇവിടുത്തെ കുറെ സാംസ്കാരിക നായകരും കവികളും പാട്ടുകാരും പിന്നെ ഈ സുഡാപ്പികളും എല്ലാം പറയും അഭ്യൂഹങ്ങൾ പരത്തരുത് കേട്ടോ. എന്താണെന്ന് അറിയാവോ? ഈ അഭ്യൂഹങ്ങൾ പറയുന്നതിന് ജനം തെരുവിലിറങ്ങി ആദ്യം അയൽവക്കക്കാരുടെ അടി കിട്ടും. ആ ഒരു കാലം വരും, അധികം വിദൂരമല്ല. നമ്മൾ കാണുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിൽ നിന്നും ഇങ്ങനെയുള്ളവർ തിരസ്കരിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവരാരും തീവ്രവാദികളായതുകൊണ്ടല്ല, ഒരു വിഭാഗം ചെയ്യുന്നതിന്റെ ദുരിതം പേറുന്നവരാണ് അവർ. കാരണം എല്ലാവരും ആ കണ്ണിൽ കൂടെയാണ് ഇത് കാണുന്നത്. ഏതായാലും നമുക്കിപ്പോ അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. പക്ഷെ ഏതായാലും ഒരു ഹൈ ടെൻഷൻ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അവരൊരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കരനാവിക വ്യോമസേനയ്ക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. എയർ ഡിഫൻസ് സിസ്റ്റം അവർ ചാലുവാക്കിയിരിക്കുന്നു, അതായത് അവർ സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഒപ്പം തന്നെ നോട്ടാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ അതിർത്തികളിലുള്ള വിമാനങ്ങൾ അവരുടെ ഫൈറ്റർ ജെറ്റുകളും മറ്റുമൊക്കെ അവിടുന്ന് പറന്നു പൊങ്ങി അത് മറ്റൊരു ചില വ്യോമത്താവളങ്ങളിലേക്ക് മാറ്റിയതായിട്ടും വിവരമുണ്ട്. അതിന് അവിടെ നിന്നുള്ള അവരുടെ സെൻട്രൽ കമാൻഡ് പറയുന്നത് തങ്ങൾ യുദ്ധസജ്ജരാകാൻ വേണ്ടിയിട്ട് വിമാനങ്ങൾ അണിനിരത്തുന്നു എന്നുള്ള. എനിക്ക് തോന്നുന്നത് പണ്ട് ഇവരുടെ വിമാനത്താവളങ്ങളാണല്ലോ ഇന്ത്യ അടിച്ചത്. ഇപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു അടി വന്നു കഴിഞ്ഞാൽ വില കൂടിയ വിമാനങ്ങൾ നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് മാറ്റിയതും ആകാം. ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നു മുറയ്ക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.